ഞങ്ങൾ എഴുതുന്നതാണ് ജീവിതം എന്ന് ഉറച്ച് പറയുന്നവരാണ് ഇവർ 5 പേരും. അപ്പോൾ ഞങ്ങൾ 90കളുടെ 80കളുടെ ഒക്കെ ഒരു വസന്തം ആണെന്ന് പറയാം. ഞാൻ 90കളിലാണ്. ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ചുറ്റും പിന്നെ ജാതി ഭയങ്കര കൃത്യമായിട്ടുണ്ടായിരുന്നു. യോട എന്നുള്ള വാക്ക് കണ്ണൂരിന് പുറത്തുള്ള അധികം ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ പുസ്തകം ആ ടൈറ്റില് കുറച്ചും കൂടെ ശ്രദ്ധേയമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട ഇവരുടെ കൂടെ ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെ ഏറെ ആഹ്ലാദകരമാണ്. എഴുത്തിനെക്കുറിച്ച്, കഥയെക്കുറിച്ച് നമ്മളെപ്പോഴും പുതു തലമുറ കഥകൾ എന്തായിത്തീരണമെന്നുള്ള ഒരു ആശങ്ക എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട്. കാരണം അത് ഇവർ ഈ ഇരിക്കുന്ന 5 പേരും കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്തവൈബും തള്ളവൈബും എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും എന്ന ഉറച്ച നിലപാടുകളോടെ മലയാള കഥയിലേക്ക് വളരെ ആവേശത്തോടെ കടന്നു വന്ന 5 പേരാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളെപ്പോഴും പറയാറുണ്ട്, പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ എന്ന് പറഞ്ഞ ഒരു പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തെത്തുമ്പോൾ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതുന്നതാണ് ജീവിതം എന്ന് ഉറച്ച് പറയുന്നവരാണ് ഇവർ 5 പേരും. അത് ഇവരുടെ അഭിമുഖങ്ങളിൽ നമുക്ക് കാണാം, ഇവരുടെ രചനകളിൽ കാണാം. മാത്രമല്ല, ഒരുപക്ഷെ പലപ്പോഴും 10-20 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പലരെയും അസൂയപ്പെടുത്തും വിധം വളരെ കുറഞ്ഞ കഥകൾ എഴുതിക്കൊണ്ട് അതിലെ 3 പേര് ഓരോ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 2 പേരുടെ കഥാസമാഹാരം ഇനി ഇറങ്ങാനിരിക്കുന്നതേയുള്ളൂ. വിരലിലെണ്ണാവുന്ന കഥകൾ കൊണ്ട് മലയാളത്തിലെ എണ്ണമറ്റ കഥാകൃത്തുക്കൾക്ക് മുകളിൽ കയറിയിരിക്കാൻ ഇരിപ്പിടം ലഭിച്ചവരാണ് ഇവർ 5 പേരും എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരം. ജിൻഷയുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ KR മീര പറയുന്നത് പോലെ അനുഭവങ്ങളിലേക്ക് എങ്ങനെയാണ് എടുത്തെറിയപ്പെടുന്നത്, അതിൻ്റെ ഒരു തുടർച്ച. പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പുതു തലമുറയ്ക്ക് അനുഭവങ്ങൾ അത്രമേലില്ലല്ലോ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ തീവ്രാനുഭവങ്ങളുടെ എഴുത്തുകാരായിട്ടാണ് പലപ്പോഴും ഒരു വായനക്കാരനെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവരുടെ ഓരോ രചനകളും മലയാളിയെ പുതുക്കിപ്പണിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കഥകളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ മാത്രമല്ല, നമ്മൾ ഇതിനെ കൊടുത്തിട്ട് തലക്കെട്ട് ജൻസി, എഴുത്ത്, വായന, വിപണനം എന്നിങ്ങനെയാണ്. എൻ പ്രഭാരം മാഷൊക്കെ മുമ്പ് തമാശയായിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അവരവരെ വായിക്കുന്നു എന്നുള്ളതാണ്. അവരവരെ മാത്രമേ വായിക്കുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒന്ന് വെറുതെ നിങ്ങളൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട വായനക്കാരന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും പുതിയ വായനയെ തൊട്ടറിയാനുള്ളൊരു ശ്രമം ഇവരിലുണ്ട്. വളരെ പ്രതീക്ഷാനിർഭരമാണ്. പുതിയ എഴുത്തിനെ കണ്ടെത്താൻ, പുതിയ കഥകളെ കണ്ടെത്താൻ, പുതിയ കവിതയെ കണ്ടെത്താൻ ഇവർ നടത്തുന്ന ആത്മാർത്ഥമായൊരു ശ്രമമുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ള മറ്റൊരു പരാതി എന്നുള്ളത് വിപണനവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്റ്റയിലെ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇവർ ഉണ്ടാക്കുന്നൊരു സ്പേസ്, അതിൽ തീർച്ചയായിട്ടും നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അവരുണ്ടാക്കിയ സ്പേസ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ജിൻഷയുടെ കഥാസമാഹാരം ഓട 10ാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ്. 10ാം പതിപ്പാണ്. ഈ 10ാം പതിപ്പിൽ എത്തി നിൽക്കണമെങ്കിൽ അത്രയും വായനക്കാരുടെ കൈകളിൽ അത് എത്തുന്നുണ്ട്. മൃദുലിൻ്റെ കഥാസമാഹാരം 7ാം പതിപ്പാണ്, പുതിയ പതിപ്പ് 7ാം പതിപ്പാണ്. ഇപ്പോൾ 8ലെത്തി കഴിഞ്ഞിരിക്കുന്നത്. 7ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ പുണ്യയുടേത് ഇപ്പോൾ എത്ര പതിപ്പെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം DC നിന്ന് കണ്ടത് 6ാം പതിപ്പെത്തി. അപ്പോൾ വിപണനം എന്ന് പറയുന്ന ഒന്ന് ഇവരുടേതായ ഒരു വായനാ സമൂഹം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വായനാ സമൂഹത്തിൽ നിന്നാണ് പുതിയ കഥയിലേക്ക്, പുതിയ കഥയുടെ ആരും കടന്നു വരാത്ത മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നത്. EP രാജഗോപാലൻ മാഷ് മൃദുലിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച്, അല്ലെ, മരണാനന്തരവും പ്രേതാനുഭവങ്ങളെയും മരണത്തെയും ഒരു സ്നേഹ സാമീപ്യമാക്കി മാറ്റുന്ന കഥയാണ് കുളെ എന്ന് പറയുന്ന കഥയെന്ന് രാജഗോപാലൻ മാഷ് പറയുന്നുണ്ട്. ഒരു പക്ഷേ മലയാളത്തിൽ ആരും, നമ്മളെപ്പോഴും പറയാറുണ്ട്, പുതിയ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എഴുതിയതിനെ
പുതിയ കാലത്തിന് അനുസൃതമായിട്ട് എഴുതുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ആരും കൈവെക്കാത്ത ഒരു മേഖലയിലേക്ക് മലയാളത്തിലെ ഏറ്റവും പുതിയ എഴുത്തുകാരൻ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ തുടങ്ങാൻ തോന്നുന്നു. മൃദുലിലൂടെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഒരു പക്ഷേ കുളേ പോലെ ഒരു ഒരു കഥ രൂപപ്പെടുന്നത്? കാരണം മലയാളത്തിന് അപരിചിതമായ ഒന്ന്, മലയാളത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും നമ്മൾ വായിച്ചിട്ടോ നമ്മുടെ അനുഭവ പരിചിത മേഖലകളിലൊന്നും തന്നെ കാണാത്ത ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കുളേ എന്ന് പറയുന്ന കഥ ഒരു പക്ഷേ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് മാറുന്നത്? അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മൃദുലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വലിയ സന്തോഷം. ഈ നമ്മളെ ചർച്ചേൻ്റെ ടൈറ്റിൽ ജെൻസി ഉണ്ടെങ്കിലും ഇതിൽ ഷാഫി, പുണ്ണി, മേഘനൊക്കെ ഉൾപ്പെടുന്ന സുഹൃത്തുക്കളാണ് ജെൻസി. ഇപ്പം ഞങ്ങളൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു തയ്യാറാക്കിയ, അറ്റത്ത് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞാനും മാഷുമാണ് അതിൽ മഞ്ഞ കളറിലുള്ളത്. അപ്പം ഞങ്ങൾ 90കളുടെ 80കളുടെ ഒക്കെ ഒരു വസന്തം ആണെന്ന് പറയാം. ഞാൻ 90കളിലാണ്. എന്താ ഷാഫിയൊക്കെ അല്ലേ? ജെൻസി. ഓക്കെ, കറക്റ്റ് ജെൻസിയാന്ന് ഷാഫി പറഞ്ഞു. അപ്പോൾ ഈ കാലത്ത് നിന്ന് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്, ജെൻസി കാലത്ത് ഒക്കെ നിന്ന് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ മാഷ് പറഞ്ഞ കുളയാണ് കൂടുതൽ ആളുകൾ വായിച്ച ഒരു കഥ തോന്നുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരുന്ന ഒരു സാഹചര്യം, ഞാൻ ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ചുറ്റും ജാതി ഭയങ്കര കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചെറുപ്പത്തിൽ തന്നെ ഇതറിയാം, ഈ പരിപാടികൾ കുറേശ്ശെ ആയിട്ട് ഈ കാര്യങ്ങൾ അറിയാം. പക്ഷേ വളരുന്നതിനനുസരിച്ച് ജാതിയും ചുറ്റുമുള്ള ആളുകൾക്ക്, സുഹൃത്തുക്കൾക്കിടയിലായിക്കോട്ടെ, സഹപാഠികൾക്കിടയിലായിക്കോട്ടെ, അധ്യാപകർക്കിടയിലായിക്കോട്ടെ, ചുറ്റുമുള്ള നാട്ടുകാർക്കിടയിലായിക്കോട്ടെ, ഈ പരിപാടി വളർന്നു വരുന്നത് മാത്രമേ ഞാൻ കണ്ടു. ഇത് കുറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. നമ്മൾ പറയുന്നു നമ്മളെ കേരളത്തിൽ ഭയങ്കര ജാതി ഇല്ല, ജാതി ഭയങ്കര ഇല്ലാത്തൊരു പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലമൊക്കെയാണ്. പക്ഷേ എനിക്കിത് പിന്നെയും ഭയങ്കര വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. ആ സമയത്താണ് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് നമ്മൾ കൾച്ചറലി ഭയങ്കര വൈവിധ്യങ്ങളുള്ള നാടാണ്. തെയ്യങ്ങളും അങ്ങനെ അപ്പുറത്തുള്ള കുറേ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള, അതിൽ അപൂർവമായിട്ടാണ് ഈ പ്രേതങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കണ്ടത്. അതിന് മുമ്പ് ഞാൻ എഴുതി ഈ പരിപാടി അറിയുന്നത് തന്നെ ഞാൻ കാസർഗോഡ് ജില്ലക്കാരനായിട്ടും ഇതറിയുന്നത് 2019 മറ്റാണ്, പ്രേതങ്ങളുടെ കല്യാണം ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാനത് അതിന് മുമ്പ് അതിനെപ്പറ്റി കേട്ടേ ഇല്ല. അപ്പോൾ ഒരു 19 പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അതിൻ്റെ ചെറിയ ഒരു പ്രാരംഭമായിട്ടുള്ള, ഞങ്ങൾ ഒരു സമയത്ത് ഇത് കാണാൻ പോയി. ഞങ്ങൾ പ്രേതങ്ങളുടെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞത് കാണാൻ പോയി. അപ്പം അന്നും കല്യാണമൊന്നും കണ്ടില്ല. പുണ്യൊക്കെ ഇപ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ട്. ഞാനും പുണ്യവും ഒക്കെയാണ് കൂടുതൽ ഈ സെഷനുകൾ ഉണ്ടാവുക. ഈ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കുളിൻ്റെ കഥ വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രേത കല്യാണം കാണാൻ പോയി. അപ്പോൾ അന്ന് കാണുന്ന സമയത്ത് പോയ സമയത്ത് ഇത് കല്യാണം ഉണ്ടായിരുന്നില്ല, ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഈ പ്രേതങ്ങളുടെ നിശ്ചയമായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ പ്രേതങ്ങളുടെ ചടങ്ങുകളോ ഈ കല്യാണത്തിൻ്റെ ചടങ്ങുകളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അത് കുറച്ചും കൂടി രസമുള്ള പരിപാടിയാണെന്ന് നമ്മൾ കൂടെ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നിശ്ചയത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മടങ്ങി. പിന്നെ 2020-21 ഇത് എനിക്ക് ഏതെങ്കിലും രീതിയിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഫേസ്ബുക്കിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്താണ് ക്ലബ്ബുകളിലേക്കൊക്കെ കുടുംബശ്രീകൾ മാറിയത്. അതിന് മുമ്പ് വീടുകളിലായിരുന്നു, കുറേ ആളുകൾ വീടുകളിൽ കുടുംബശ്രീ ചേരുന്ന ഒരു പതിവായിരുന്നു. അപ്പോൾ അന്ന് കാസർഗോഡ് ഭാഗത്തൊരു വീട്ടിൽ കുടുംബശ്രീ ചേരുന്ന സമയത്ത് ആ വീട്ടിലത്തെ ഒരു പെൺകുട്ടി ഇവർക്ക് ഈ സ്ത്രീകൾക്കുള്ള ചായയും മിക്സ്ചർ കേക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ വന്ന സ്ത്രീകളൊക്കെ ഈ മിക്സ്ചറും കേക്കൊക്കെ എടുത്ത് കഴിച്ചു. ഈ ചായ ആരും കുടിക്കുന്നില്ല. അതൊരു ദളിത് പെൺകുട്ടിയുടെ വീടായിരുന്നു അത്. അപ്പോൾ ഒരു ഘട്ടമെത്തിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരാരും ചായ കുടിക്കാൻ പോകുന്നില്ല. അതായത് ഒരാളും മറ്റേ ചായ കുടിച്ചു. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ അവസാനമായിട്ട് ആ മിക്സ്ചറിലേക്ക് കൈയിടുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, എൻ്റെ ചായ കുടിക്കാത്ത ആളുകൾ എൻ്റെ മിക്സ്ചറും കഴിക്കണ്ടെന്ന് അവർ പറഞ്ഞു. അതത് ഫേസ്ബുക്കിൽ വന്നൊരു സാധനമാണ്. അപ്പോൾ ജാതി എത്ര വിസിബിളായിട്ടാണ് നമ്മൾ ചുറ്റും ഉള്ള ഒരു കാര്യം. അന്നത് ഭയങ്കര
ഒരു ഭയങ്കര നല്ലൊരു പ്രസ്താവനയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ അന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അതിന് മുമ്പ് 1-2 കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ പ്രേത കല്യാണത്തിന് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും കഥയിലൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രേത കല്യാണം പറയാൻ വേണ്ടി ഞാനൊന്നും ആലോചിച്ചുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നിയപ്പോൾ ഈ പ്രേതങ്ങളുടെ കല്യാണം ഒരു പശ്ചാത്തലമാക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കുളയെന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിയ കഥയിലേക്ക് എത്തിയത്. തീർച്ചയായും നമ്മൾ അനുഭവങ്ങളുടെ ആവിഷ്കാരം എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം അത് തന്നെയാണ്. അനുഭവങ്ങളെ ജിൻഷയെ കുറിച്ച് പറയുമ്പോൾ KR മീര ജിൻഷയുടെ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് പറയുന്നുണ്ട്, അനുഭവങ്ങളുടെ തീച്ചുളയിലേക്ക് എടുത്തെറിയപ്പെട്ട ഞങ്ങളുടെ തുടർച്ചക്കാരിയാണ് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ എല്ലാ പഴഞ്ചൻ അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും പറയാറുള്ളത് പുതുതലമുറയുടെ അനുഭവ ലോകത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ടാണ് ഇവർ കണ്ടെത്തുന്നൊരു അനുഭവ ലോകമുണ്ട്. ഇപ്പോൾ ജിൻഷയോടാണ് ചോദ്യം. ജിൻഷ പലതവണ പറഞ്ഞ കാര്യമാണത്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ എങ്ങനെയാണ് ഒഡ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലേക്ക് വരുന്നത്? ഒരുപക്ഷെ ജിൻഷയുടെ ഒരു പ്രത്യേകത, വളരെ ചെറിയ കാലം കൊണ്ട് അത്രമേൽ അംഗീകാരം കിട്ടിയ ഒരു എഴുത്തുകാരി കൂടിയാണ്. അത് ഒരുപക്ഷെ ജിൻഷയുടെ കഥയുടെ ഒരു കരുത്തു കൂടി കൊണ്ടാണ്. ആ അനുഭവാഖ്യാനത്തെ മലയാളി വായനക്കാർ കൈനീട്ടി സ്വീകരിക്കുകയും ഏറ്റവും മികച്ച കഥകളെന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും നിരന്തരം, ഒരുപക്ഷെ എനിക്കങ്ങനെയാണ് തോന്നുന്നത്, ഒരുപാട് വേദികളിൽ ജിൻഷ മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഏറെ അംഗീകാരം കിട്ടിയ ഒരു എഴുത്തുകാരിയാണ്. അത് ജിൻഷയുടെ കഥയുടെ സവിശേഷത കൊണ്ടുകൂടിയാണ്. ജിൻഷ എന്ന് പറയുന്ന വ്യക്തിയല്ല, മറിച്ച് ഒഡ എന്ന് പറയുന്ന കഥാസമാഹാരം മലയാളിക്ക് നൽകിയ ഒരു പുതിയ ഒരു വായന അനുഭവം തന്നെയാണ്. ഒഡയെക്കുറിച്ച് സംസാരിക്കാൻ ജിൻഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കൈരളി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. മാഷ് ചോദിച്ചതുപോലെ തന്നെ ഒഡ എന്നുള്ള വാക്ക് നേരത്തെ ഞാനും ഷാഫിയും കൂടെ എന്തോ പറയുന്ന സമയത്ത് ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒഡ എന്നുള്ള വാക്ക് കണ്ണൂരിന് പുറത്തുള്ള അധികം ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ പുസ്തകം ആ ടൈറ്റിൽ കുറച്ചും കൂടെ ശ്രദ്ധേയമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷ് പറഞ്ഞ പോലെ ഒഡ എഴുതുന്നതിൽ അല്ലെങ്കിൽ ഒഡയിലെ എല്ലാ കഥകളിലും കുറേയൊക്കെ നാട്ട് കഥകളും നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അതിന് കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ തളിപ്പറമ്പിൽ നിന്ന് കുറച്ച് ഒരു 8-9 കിലോമീറ്റർ മാറി ഉള്ളോട്ടുള്ളൊരു ഗ്രാമമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം തെയ്യക്കാവുകളും കുറേയധികം നാടൻ കഥകളും ഒക്കെ കൊണ്ട് വളരെയധികം സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളൊക്കെ ഒരു വീട്ടിനുള്ളിൽ മാത്രം തളച്ചിടപ്പെട്ട് വളർത്തുന്ന കുട്ടികളൊന്നും ആയിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും സമ്പർക്കം പുലർത്താനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മമ്മമാരും അച്ചാച്ചന്മാരും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ജനകീയമായിട്ടുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള നാടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കഥകളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കഥകളും ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ട് പലരിൽ നിന്നായിട്ട് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. ഒഡയിലിപ്പോൾ ഒഡ എന്നുള്ള കഥ, അത് കൂടാതെ അതിൽ തെയ് വാഴുക എന്നുള്ളൊരു കഥ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഉമ്പാച്ചി എന്നുള്ള കഥ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക കഥകളും ഞാൻ നാട്ടും പുറത്തുനിന്ന് വളരെ ചെറുപ്പത്തിൽ കേട്ട് പരിചയമുള്ള കഥകളാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ എഴുതാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്വയം അനുഭവം എന്നല്ല, അതിലുപരി മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അനുഭവം എന്നുള്ളതല്ല, അത് എനിക്ക് അനുഭവം പറഞ്ഞു തരാൻ കുറേ പേര് എൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള കുറേ പേര് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഒഡ എഴുതപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ അവർ മാഷിപ്പോൾ കഥയുടെ കരുത്ത് എന്ന് പറഞ്ഞത് ശരിക്കും അവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് കരുത്തുറ്റ അനുഭവങ്ങളുണ്ട്, അവർ ജീവിച്ചിട്ടുള്ള ജീവിതങ്ങളുണ്ട്, അവർ ഫേസ് ചെയ്തിട്ടുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. ഇതൊക്കെ
അവരുടെ അടുത്ത് നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കള്ളത്തരങ്ങളൊന്നും ഇല്ലാണ്ട് സത്യസന്ധമായിട്ട് കേട്ട് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. അത് ഇത്രയധികം വായിക്കപ്പെടുന്നു എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് എൻ്റെ മാത്രം അനുഭവമായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ഈ പറഞ്ഞത് ഞാനും കുറേ ഇപ്പോൾ തെയ്യത്തിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ കുറേ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതും ഒക്കെ ആ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ വിസലിറ്റ്സ എന്ന് പറഞ്ഞൊരു കഥ കണ്ണൂർ സെൻട്രൽ ജയിലിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഒരു തവണ ജയിലിനകത്ത് ഒരു പഠിക്കണ സമയത്ത് ഒരു പ്രൊജക്റ്റ് വർക്കുമായിട്ട് പോയ സമയത്ത് അവിടെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കേട്ട കാര്യങ്ങളും ഒക്കെ കൂടി ആണ്. അതിനെന്താ അല്ലെങ്കിൽ അനുഭവങ്ങൾ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്ഥലം തന്നെയാണ്. അവിടെ ജീവിച്ചതുകൊണ്ടും അവിടുത്തെ നാട്ടുകാർ എപ്പോഴും കഥ പറഞ്ഞു തരാൻ ചുറ്റും ഉണ്ടായതുകൊണ്ടുമാണ് അത് എഴുതിയത്. അതെന്തോ അത് എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ വളരെ മനോഹരമായിട്ട് കഥ പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്കൊന്നും എഴുതാനുള്ള അവസരം ഇല്ലാണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അതിൽ കുറച്ചൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയത്. അപ്പോൾ അതിനേക്കാളും കുറേ അധികം അനുഭവങ്ങൾ ഇനിയും പറയാനുള്ള ആൾക്കാർ ചുറ്റുവട്ടത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറിയൊരു തോത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ എൻ്റെ ഓർമ്മ മുതലേ ഞാനൊരു ഗോൾ കീപ്പറായിരുന്നു. പിന്നീട് ഇങ്ങനെ പരിക്കുകളൊക്കെ പറ്റി വീട്ടുകാരുടെ പ്രോത്സാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ടും വളരെ കഴിവുണ്ടായിട്ടും എനിക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. എൻ്റെ ചുറ്റും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് വേദനിച്ച് ഉണങ്ങി ജീവിച്ചിട്ടുള്ളത് എൻ്റെ ചുറ്റുമുള്ള പെണ്ണുങ്ങളുടെ ലോകത്തിലൂടെയാണ്. കണ്ടിട്ടുള്ളത് അവരുടെ വേദന, അവർ നേരിടുന്ന അടിച്ചമർത്തൽ, അവരുടെ കടിച്ചമർത്തൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാതെ എന്നെ പിടിച്ചു കുലക്കിയ ഒരു വാർത്ത, ഒരു അനുഭവം, ഒരു ഓർമ്മയാണ് വാളയാറുണ്ടായ കുഞ്ഞുങ്ങളുടെ ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ട് കുഞ്ഞുങ്ങളെ കൊല ചെയ്ത ആ ഒരു വാർത്ത, ആ ഒരു അനുഭവം.